സർക്കാരിനെതിരെ സമരം ഘടിപ്പിച്ച് സംസ്ഥാനത്തെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തിവന്ന ആശാവർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. സമരക്കാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരത്തിന് 22ാം ദിവസമായിരുന്നു നിയമസഭാ മാർച്ച്. 1000-ഓളം ആശാവർക്കർമാർ സമരത്തിനെത്തി. സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ആശാപ്രവർത്തകരുടെ നിലപാട്. അത് ആദ്യമേ മുതൽ പറയുന്നതല്ലേ, മറിച്ച് നമ്മൾ വെച്ച ഡിമാൻഡ് ചർച്ച ചെയ്യാൻ തയ്യാറാകട്ടെ. ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞാണ് 21,000 രൂപ തരാമെന്ന്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് 14,000 ആണെങ്കിലും ഇവർ പറയുന്ന എത്ര തുകയാണേലും അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അല്ല, നമ്മൾ സമരത്തിന് നോട്ടീസ് കൊടുത്ത് ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ, ഞങ്ങളല്ലല്ലോ അങ്ങോട്ടേത് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുക. അത് ശരിയല്ലല്ലോ, അവരാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത്. അതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുവരെ സമരം തുടരും, തീർച്ചയായിട്ടും തുടരും. സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണ്? 100 കോടി രൂപ നിരന്തരം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തിയത്. സംസ്ഥാനത്താണ് ആശാപ്രവർത്തനം കൃത്യമായി നടക്കുന്നത്. ആശാവർക്കേഴ്സിന് ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് മാത്രം കഴിയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. കേൾക്കാം. സാർ, ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 7,000 രൂപ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് ഫിക്സഡ് ഓണറേറിയമാണ്. പിന്നെ മറ്റ് അലവൻസോട് ചേർന്നിട്ടാണ് 13,200 രൂപ കിട്ടുന്ന കണക്ക്. സാധാരണ തൊഴിലാളികളെന്ന നിലയിൽ ഇവരെ സ്കീം വർക്കേഴ്സാണ്. അവർക്ക് കുറച്ചുകൂടി നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഒറ്റയ്ക്ക് ഇത് പറ്റുന്നതല്ല. കേന്ദ്രത്തിൽ നിന്ന് കാര്യം വരണമെന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ. 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ് സാർ. ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സാർ. കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ 1000-ഓളം ആശാവർക്കർമാരാണ് നിയമസഭാ മാർച്ചിനെത്തിയത്. 26,125 ആശാവർക്കർമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിൽ ഏകദേശം 10% ആളുകൾ, എനിക്കൊന്ന് 2,000-ഓളം ആളുകൾ ഇന്ന് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10% സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരുടെ എണ്ണം ഉയർന്നു എന്ന് പറയേണ്ടി വരും. ശക്തമായ പ്രതിഷേധമാണ് കണ്ടതല്ലേ? ഡോക്ടർ അരുൺ, സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകുന്നതാണ് കാഴ്ച. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 22 ദിവസമായി രാപകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയിൽ ചർച്ച ചെയ്യുകയും വിഷയത്തിൽ അടിയന്തരമായൊരു പരിഹാരം കാണുകയും വേണം എന്നതാണ് ആശാവർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. അവരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. സമരത്തിൽ 1000-ഓളം ആശാവർക്കർമാർ പങ്കെടുത്തു എന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. അതിൽ ആ സമരത്തിൽ വടകര MLA KK രമ കൂടി ഐക്യദാർഢ്യവുമായി പങ്കെടുക്കാനെത്തി. KK രമയാണ് നിയമസഭയ്ക്ക് മുന്നിൽ, നിയമസഭയുടെ 100 മീറ്റർ മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞിരുന്നു. KK രമ MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരും CPM-ഉം CIT-യും എല്ലാം മുതലാളിമാരായതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നതായിരുന്നു KK രമ MLA-യുടെ പ്രതികരണം. ഏതായാലും സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. 2-3 ആവശ്യങ്ങൾ അംഗീകരിച്ചു. പക്ഷേ പ്രധാനമായും ഓണറേറിയം 7,000 രൂപയിൽ നിന്നും കൂട്ടണം. ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയെങ്കിലും നൽകണം, അത് പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് ആശാവർക്കർമാർക്കുള്ളത്. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇന്ന് സംസ്ഥാന വ്യാപകമായി ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും പ്രതിഷേധ സംഗമങ്ങളും സംഘടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും ഇവർക്കുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയോട് ചെയ്തു. നിയമസഭയിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. നിയമസഭയിലാകട്ടെ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മുൻപ് ആവർത്തിച്ച കാര്യങ്ങൾ, സംസ്ഥാനമാണ് മുഴുവൻ കൂടുതൽ തുക ആശാപ്രവർത്തകർക്ക് വേതനം നൽകുന്ന സംസ്ഥാനം എന്നതുൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നതായിരുന്നു നിയമസഭയിൽ വീണ ജോർജിന്റെ മറുപടിയിൽ കണ്ടത്. അരുൺ.